വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ ട്രോഫി ക്രിസ്റ്റൽ പാലസ് നേടുകയാണ്. 1905 ക്ലബ്ബ് തുടങ്ങുന്നത്. 119 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആദ്യത്തെ മേജർ ട്രോഫി എത്തിപ്പിടിക്കുന്നത്. സോ ഗ്രേറ്റ്. ഒലിവർ ഗ്ലാസ്നർ അവിടെ എടുത്ത പണി ആൻഡ് ആളുടെ പ്ലെയേഴ്സ് കൊടുത്ത എഫേർട്ട് എല്ലാം അൺമാച്ച്ഡ്. അതിൻ്റെയൊക്കെ അപ്പുറം നിങ്ങളുടെ ആ ഫാൻസിൻ്റെ മാനസികാവസ്ഥ, അവരുടെ സന്തോഷം, അവരുടെ ആ ഇമോഷൻ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ ജീവൻ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ക്ലബ്ബ് ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ട്രോഫി അടിക്കുക, ചരിത്രത്തിൽ ആദ്യത്തെ മേജർ ട്രോഫി അടിക്കുക എന്ന് പറയുമ്പോൾ ഫാൻസിനുണ്ടാവുന്ന ആ ഒരു ഇമോഷനൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. സോ കൺഗ്രാജുലേഷൻസ് ടു ഓൾ ക്രിസ്റ്റൽ പാലസ് ഫാൻസ്. എല്ലാ ഫാൻസും ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ മൊമെൻറ്റ്സിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഫുട്ബോൾ കാണുന്നത്. സോ ഗ്രേറ്റ്. പിന്നെ നമ്മൾ മാച്ചിലേക്ക് വരികയാണെങ്കിൽ എബ്രേച്ചി എസേൻ്റെ ഒരു ഗോളിനാണ് അവർ മാഞ്ചസ്റ്റർ സിറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു FA കപ്പ് കിരീടത്തിൽ മുത്തമിടുന്നത്. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ പെപ്പിൻ്റെ 11 തന്നെ അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നിക്കോനെ ഇറക്കായിരുന്നു. അതും ഈ ക്രിസ്റ്റൽ പാലസിനെ പോലത്തെ ഒരു ടീമിനെതിരെ നിക്കോനെ പോലെ അത്യാവശ്യം ഫിസിക്കലൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറുടെ പ്രസൻസ് നല്ല ബെനിഫിഷ്യൽ ആവുമായിരുന്നു. പക്ഷെ ആൾ നിക്കോനെ ഇറക്കിയില്ല. ഡീപ്പർ റോള് പലപ്പോഴും ബെർണാഡോ സിൽവയും ഡിബ്രോയിനൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊന്നും ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്ര പൈസ മുടക്കി ഇമാതിരി സ്കോഡ് വെച്ചിട്ട് എന്താ പറയുക, FA കപ്പിൽ വന്നിട്ട് ഈ ടീമിനെതിരെ ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, പാത്തറ്റിക് ആണ്. ശരിക്കും പാത്തറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഇവരെപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, അങ്ങോട്ട് പാസ് ഇടുന്നു, ഇങ്ങോട്ട് പാസ് ഇടുന്നു, എല്ലാം മാറ്റി വെക്കുക. ഈ ഒരു 90 മിനിറ്റിന് ശേഷം വന്ന 10 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടല്ലോ, ആ ഇഞ്ചുറി ടൈം എടുക്കുക. ആ 10 മിനിറ്റ് നോർമലി ഇങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിനെ പോലത്തെ ഒരു ടീമിനെതിരെ ഒരു ടീം ഒരു ഗോളിൽ ലീഡ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സിറ്റിക്ക് അവിടെ 10 മിനിറ്റ് എക്സ്ട്രാ ടൈം ഇഞ്ചുറി ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ടീമിന് ഒരു പേടി ഉണ്ടാവും. പക്ഷേ സിറ്റിൻ്റെ കാര്യത്തിൽ പാലസിന് വലിയ പേടിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഈ 10 മിനിറ്റ് സിറ്റി തലങ്ങും വിലങ്ങും പാസ് ഇട്ട് അങ്ങോട്ട് തീർത്ത് കളഞ്ഞു. അങ്ങോട്ട് പാസ് ഇടുന്നു, ഡോക്കുവിനെ കിട്ടുന്നു, ഡോക്കു ഒന്ന് ഇങ്ങനെ ആക്കുന്നു, എന്നിട്ട് ബാക്ക് പാസ് കൊടുക്കുന്നു, അവിടുന്ന് ഡിബ്രോയിനേക്ക് കൊടുക്കുന്നു, ഡിബ്രോയിന് നേരെ എന്താ പറയുക റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ വീണ്ടും സെൻട്രൽ ബാക്കിലേക്ക് പോകുന്നു. ഇങ്ങനെ കളിക്കാനാണെങ്കിൽ പിന്നെ എന്താ കാര്യം? ഒരു കാര്യമില്ല. അവിടെ പാലസ് സെറ്റ് ചെയ്ത ഡിഫൻസീവ് ബ്ലോക്കിന്, ആ ലോ ബ്ലോക്കിന് പൊട്ടിക്കാൻ പറ്റിയൊരു സൊല്യൂഷൻ പെപ്പിൻ്റെ പ്ലേയേഴ്സിനോ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പുവർ പെർഫോമൻസ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ടോട്ടലി കണ്ടിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയർ എടുത്തു പറയണമെന്നില്ല, എല്ലാ പ്ലെയേഴ്സും ഈക്വലി ബാഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ടീം ടോട്ടലി ഡിപ്പാവുന്ന സമയത്ത് ചില സമയത്തൊക്കെ എന്താ പറയുക സ്റ്റെപ്പപ്പ് ചെയ്ത് കളിക്കാറുള്ള ഒരു പ്ലെയറാണ് ഗോർഡിയോൾ പോലും ഭയങ്കര മോശമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത്. പിന്നെന്താ പറയുക, ഡിബ്രൂയിനേക്ക് വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ബെർണാഡോ സിൽവ മരുന്ന് കഴിഞ്ഞ പോലെയാണ്. ചിലപ്പോൾ ആൾ ഭയങ്കര ടയേർഡായതുകൊണ്ടായിരിക്കും, പറയാൻ വേണ്ടി പറ്റൂല. ബെർണാഡോ സിൽവക്ക് ഒന്നും പറ്റുന്നില്ല. അത് ത്രൂ ഔട്ട് ദ സീസൺ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ബെർണാഡോ സിൽവൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. പിന്നെ സാവിഞ്ഞോ, പിന്നെ ഡോക്കൊക്കെ എന്ത് മോശമാണ്. ഡോക്കുനെ പോലത്തെ ഒരു പ്ലെയറെ ശരിക്കും ടീം വെച്ച് ഉറപ്പിക്കുന്നതിൽ അർത്ഥമില്ല. മാഞ്ചസ്റ്റർ സിറ്റി അവർക്ക് ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ചുമ്മാ ഓടി നടക്കാൻ ഒരാൾ മതിയെങ്കിൽ ഡോക്കുവിനെ നിർത്താം. ഇപ്പോൾ ഡോക്കു സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം വരുന്ന സമയത്ത് ആൾ യൂറോപ്പിലെ പ്രോബബ്ലി ദ ബെസ്റ്റ് ഡ്രിബ്ലർ ആയിരുന്നു മെട്രിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത്. പക്ഷേ ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഇതുവരെ ഒരു തരത്തിലും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇമ്പ്രൂവ് ആയിട്ടില്ല. 3 ഡ്രിബിൾ, 4 ഡ്രിബിൾ, 5 ഡ്രിബിൾ, 8 ഡ്രിബിളൊക്കെ ചിലപ്പോൾ ആൾ മാച്ചിൽ വിൻ ചെയ്തേക്കാം. പക്ഷേ ഇത് ടീമിന് ഉപകാരപ്പെടണ്ട. ടീമിന് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഈ ഡ്രിബിൾ കൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. സോ അതാണ്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഒരുപാട് ഇമ്പ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. ഇനിയും പെപ്പ് എന്താ പറയുക, ഈ ചങ്ങായിനെ വിശ്വസിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ജെറേമി ഡോക്കുനെ വിശ്വസിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ അപ്പുറത്ത് സാവിഞ്ഞോ ഫസ്റ്റ് സീസണാണ്. സാവിഞ്ഞോ ഇത്തിരി ഗ്ലിംസ് ഒക്കെ ഫസ്റ്റത്തെ കുറച്ച് മാച്ചുകളെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ആള് തിളങ്ങുന്നതായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആളിൽ ഇത്തിരി കൂടെ പ്രതീക്ഷയാണ്. എന്തായാലും നമുക്ക് ഒരു അപ്കമിങ് സീസണിൽ കൂടി ആളുടെ പെർഫോമൻസ് നോക്കാം. സോ പിന്നെ നോക്കുകയാണെങ്കിൽ മർമൂഷ് വാസ് ബാഡ്. ഹാലൻഡിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഹാലൻഡിന് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളതാണ്. മർമൂഷ് പെനാൽറ്റി എടുക്കേണ്ട ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കോച്ചിൻ്റെ ഡിസിഷൻ ആണോ പ്ലേയേഴ്സ് അവിടെ നിന്നത്തെ ഡിസിഷൻ ആണോ എന്ന് എനിക്കറിയില്ല. മർമൂഷിന് പെനാൽറ്റി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അത്
അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലാണെങ്കിൽ മർമൂഷ് പെനാൽറ്റി എടുത്തോട്ടെ എന്ന് വെക്കാം. പക്ഷേ സിറ്റിയിൽ ഹാലൻഡ് നിൽക്കുന്ന സമയത്ത് എന്തിനു മർമൂഷ് പെനാൽറ്റി എടുക്കണം? എനിക്ക് തോന്നുന്ന സമയത്ത് അവിടെ ഡിബ്രൂയിന് ഉണ്ട്. ഹാലൻഡ് ഡിബ്രൂയിന് നിൽക്കുന്ന സമയത്ത് എന്തിനു മർമൂഷ് പെനാൽറ്റി എടുക്കണം? എനിക്ക് അതിൻ്റെ ലോജിക്ക് ഒട്ടും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സോ ദാറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ. അത് ഡീൻ ഹെൻഡേഴ്സൺ അടിപൊളിയായിട്ട് സേവ് ചെയ്യുകയും ചെയ്തു. സോ കഥ തീർന്നു. സിറ്റിൻ്റെ ഈ ഒരു സീസണ് അവർക്ക് ട്രോഫിലെസ് ആയിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പെപ്പിൻ്റെ ഇതുവരെയുള്ള മാനേജീരിയൽ കരിയറിലെ ഏറ്റവും മോശം സീസണാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. സോ അപ്കമിങ് സീസണിൽ ആള് ബെറ്റർ ആയിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെപ്പിനോട് എന്തായാലും നമുക്കൊരു സ്നേഹമുണ്ട്. സോ പെപ്പ് തിരിച്ചു വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. സ്ക്വാഡൊക്കെ റീഇൻഫോഴ്സ് ചെയ്തിട്ട്. ഓക്കെ, അതാണിപ്പോൾ സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഈക്വലി ബാഡായിരുന്നു. പിന്നെ നമ്മൾ നേരെ ക്രിസ്റ്റൽ പാലസിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഒലിവർ ഗ്ലാസ്നർ എനിക്ക് തോന്നുന്നു പാട്രിക് വിയറയ്ക്ക് ശേഷം തോന്നുന്നു ടീമിലേക്ക് എത്തുന്നത്. പാട്രിക് വിയറയ്ക്ക് ശേഷം ടീമിലൊരു പ്രോപ്പറായിട്ട് ഇൻ്ററിം ആയിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. പിന്നീട് ഒരു പ്രോപ്പർ മാനേജറായിട്ട് വരുന്നത് ഈ ചങ്ങായിയാണ്. ആൻഡ് നല്ല ഇമ്പാക്റ്റ് ആൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആള് ഏകദേശം 1.5 വർഷമായി ടീമിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട്. ഇപ്പോൾ പാട്രിക് വിയറ പോകുന്ന സമയത്ത് ടീം ഏകദേശം റെലഗേഷൻ സോണിൽ കിടന്ന ടീമാണ്. പക്ഷേ ഇപ്പോൾ അവർ ടോപ്പ് 10 അടുത്തേക്കൊക്കെ എത്തുന്നുണ്ട്. കൂടാതെ ഒരു ട്രോഫി അടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ ഒരു ട്രോഫി അടിച്ചതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്കമിങ് യൂറോപ്പ ലീഗ് സീസണിൽ അവർക്ക് കളിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. ക്രിസ്റ്റൽ പാലസിനെ പോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ ലീഗിൽ പോയിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദ ഡിസേർവ്സ് ഇറ്റ്. അപ്പോൾ ഗ്ലാസ്നർ എടുത്ത പണി ഈസ് ബ്രില്യൻറ്റ്. ആൾ വലിയ ഗ്ലാമർ സൈനിങ്ങൾ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഉള്ള പ്ലെയേഴ്സിനെ ആൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു. ആളൊരു ബാക്ക് 3 കാര്യങ്ങളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ 2 വിങ് ബാക്സ് അത്യാവശ്യം സെറ്റപ്പ് വിങ് ബാക്സ് ആണ്. എനിക്കൊന്ന് ഒരാളുടെ പേര് മിച്ചിൽ, പിന്നെ മറ്റാൾ മുനിസാണ് അവിടെ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എബ്രേച്ചിയാസിൻ്റെ ഗോളിന് നല്ലൊരു അസിസ്റ്റ് ആയിരുന്നു. സോ നല്ല ടീമാണ് അവർ. പിന്നെ അവരുടെ മിഡ്ഫീൽഡിനെ കുറിച്ച് എടുത്തു പറയണം. ആഡം വാർട്ടൺ ഇന്നലെ 100% പാസിംഗ് ആക്യുറസി ഉണ്ട്, 100% ഡ്രിബിൾ സക്സസ് റേറ്റ് ഉണ്ട്, 100% ഡുവൽ സക്സസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ആഡം വാർട്ടൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. ആഡം വാർട്ടൺ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുള്ള പ്ലെയറാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പ്ലെയറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചിലർ പറഞ്ഞ് റയൽ മാഡ്രിഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ യൂറോപ്പിലെ ടോപ്പ് ക്ലബ്സ് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ആള് ഒരു നമ്പർ 6 ആണ്. അത്യാവശ്യം ടെക്നിക്കലി സൂപ്പറാണ്. പിന്നെ ഡിഫെൻസീവ് ക്വാളിറ്റീസും അത്യാവശ്യമുണ്ട്. നല്ലൊരു പാസറാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇന്നലത്തെ മാച്ചിൽ വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് പെർഫോമർ ആയിരുന്നു ആൾ. പിന്നെ കമാഡ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഏസെ ഒരു രക്ഷയില്ല. ഏസെ ഗോളും നേടി സിറ്റിൻ്റെ ഡിഫൻസിന് നിരന്തരം ത്രെറ്റ് കൊടുക്കാൻ ആൾക്ക് കഴിഞ്ഞു. ഡിഫെൻസീവ്ലി നല്ല സോളിഡ് പെർഫോമൻസ് എസേൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടു. അവരുടെ ബാക്ക് ത്രീ വാസ് സൂപ്പർ സോളിഡ്. അങ്ങനെ ടോട്ടലി ഒരു എന്താ പറയുക നല്ല ടീം പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഗുയേഹിക്ക് ഇഞ്ചുറി പറ്റി പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ബെറ്റും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ആരാണ്? അത് ഡീൻ ഹെൻഡേഴ്സൺ ആണ്. ഡീൻ ഹെൻഡേഴ്സൺ മൾട്ടിപ്പിൾ സേവ്സ്, ടീമിനെ വിജയത്തിലേക്ക് നയിച്ച മൾട്ടിപ്പിൾ സേവ്സ് ആൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് പെനാൾട്ടി സേവ്, പിന്നെ മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ഹാലൻഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ആൾ സേവ് ചെയ്യുന്നത്, അതല്ലാതെ ഡോക്കുവിൻ്റെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്നത്, പിന്നെയും ഒരുപാട് നല്ല ക്രൂഷ്യൽ സേവുകൾ നമ്മൾ ആളെ സൈഡിൽ നിന്ന് കാണുകയാണ്. ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ട് നിർണ്ണയിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഡീൻ ഹെൻഡേഴ്സൺ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സെക്കൻഡ് കീപ്പർ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നീട് ആൾ ക്രിസ്റ്റൽ പാലസിലേക്ക് എത്തി. പാലസിൻ്റെ സ്ഥിരം സ്റ്റാർട്ടറായിട്ട് മാറി. പാലസിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള താരമായിട്ട്, വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പ്ലെയർ ആയിട്ട് ആൾ മാറുകയാണ്. സോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. എന്താ പറയുക, ഒരു ഓൾ ടൈമർ പെർഫോമൻസിന് ആൾക്ക് പുള്ള് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതാണ്. സോ ഹാപ്പി ഫോർ ഡീൻ ഹെൻഡേഴ്സൺ. പിന്നെ ഒലിവർ ഗ്ലാസ്നർ ഗംഭീര പണിയാണ് എടുത്തത്. പിന്നെ അവരുടെ ഫാൻസ് ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനത്തെ മൊമെൻറ്റ്സിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഫുട്ബോൾ കാണുന്നത്. നമ്മളെപ്പോഴും ടീമിന് വേണ്ടി സ്റ്റേഡിയത്തിൽ പോയി കാണുന്നു, നമ്മൾ ടി വിയിൽ ഇരുന്ന് കാണുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ചാൻറ്റുകൾ മുഴക്കുന്നു. അതൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ഫുൾ കിക്ക് നമുക്ക് അവസാനം കിട്ടും. ടീം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടും ഒക്കെ ഒരു ട്രോഫി അടിക്കുന്ന സമയത്താണ്. അതും മാഞ്ചസ്റ്റർ സിറ്റിനെ പോലെ ഇത്രയും ഫണ്ടൊക്കെ മുടക്കിയിട്ട് കെട്ടിപ്പടുത്തൊരു വമ്പൻ ടീമിനെ തോപ്പിച്ചുകൊണ്ട് അടിക്കുമ്പോൾ അതെപ്പോഴും സ്പെഷ്യലാണ്.
ഓക്കെ, അപ്പോൾ അതാണ്. സോ കൺഗ്രാറ്റ്സ് ടു ഓൾ ക്രിസ്റ്റൽ പാലസ് ഫാൻസ്. എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.